9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന മച്ചാട് പുന്നമ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണൻ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള വായനശാലയിൽ അംഗത്വമെടുക്കുന്നത്. പല എഴുത്തുകാരുടെയും കൃതികൾ വായിച്ചു. പക്ഷേ മനസ്സിന് ശക്തി ലഭിച്ചത് MTയുടെ അക്ഷരങ്ങളിൽ നിന്ന് മാത്രം. നമ്മുടെ ജീവിതമായിട്ട് ചില കാര്യങ്ങൾ അടുപ്പുണ്ട്. അതാണ് കേശവദേവ്, തകഴി, ബഷീർ, ഉറൂബ, ഒറ്റക്കാട്ട്, മലയാറ്റൂർ, രാമകൃഷ്ണൻ, ഈയങ്കോവൂര്, ലളിതാംബികാന്തർജനം, മാധവി കുട്ടി, പുന്നത്തിൽ കുഞ്ഞ്, അബ്ദുള്ള, OV വിജയൻ, MK മേനോ, NV കൃഷ്ണകുമാർ, പിന്നെയും പലരും പറയാനുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പറഞ്ഞു എന്നുള്ളൂ. ഇവരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നോ, ഈ ജന്മത്തിന് എൻ്റെ ദൈവമാണ് അദ്ദേഹം. തൻ്റെ ജീവിതം തന്നെയാണോ ഈ പുസ്തകത്താളുകളിൽ ഉള്ളതെന്ന് തോന്നിപ്പോയി. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയിലൂടെയാണ് ആദ്യം ആ തോന്നലുണ്ടായത്. അതിരാടൻ കുന്നിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കിടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് നെടുവീർപ്പിട്ട ഗോവിന്ദൻകുട്ടിയുണ്ട് അസുരവിത്തിൽ. അതാ ഞാനാണ് എന്ന് തോന്നി. എന്നെ കണ്ടിട്ടാണോ ഇദ്ദേഹത്തെ എഴുതിയത് എന്ന് തോന്നി എനിക്ക്. പിന്നെ MTയുമായി അടുത്തു. കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. നേരിൽ കണ്ടു. ഗുരുവായും ജ്യേഷ്ഠനായുമെല്ലാം പിന്നീട് ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ MT കൂടെ നിന്നു. മക്കളെ പഠിപ്പിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കാൻ ഈ കർഷകന് അദ്ദേഹം നൽകിയ ഊർജം ചെറുതല്ല. ഈ വിയോഗം സഹിക്കാനാകുന്നില്ല. അദ്ദേഹം 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മകളുടെ കല്യാണത്തിന് 1000 രൂപീസ് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ചുരുക്കി പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം എനിക്ക് പോവാൻ പറ്റാത്തോണ്ടാ. പ്രായം സമ്മതിക്കാത്തതിനാൽ മാത്രമാണ് സംസ്കാര ചടങ്ങിന് പോകാൻ കഴിയാത്തത്. അപ്പോഴും MTയുടെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ടെലിവിഷന് മുന്നിലാണ്. തൻ്റെ പ്രിയപ്പെട്ട MTയെ അവസാനമായി ഇങ്ങനെയെങ്കിലും കാണാമല്ലോ എന്ന ചിന്തയിൽ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, എത്ര വൈകാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ? ബാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും MTയുടെ അക്ഷരങ്ങൾ അത് എത്രത്തോളം ശക്തിയുള്ളവയായിരുന്നുവെന്ന്. അദ്ദേഹത്തിന്, ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം MT ഒരു ജ്യേഷ്ഠസ്ഥാനീയനും ഗുരുസ്ഥാനീയനും ഒക്കെ ആയിരുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് MT അങ്ങനെയായിരുന്നു. പലപ്പോഴും MTയുടെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപക്ഷെ തോന്നിപ്പോയിട്ടുണ്ടാകാം, ഇത് ഞാനാണോ, ഇത് എനിക്ക് ചുറ്റുമുള്ള ആളുകളാണോ എന്നുള്ളത്. അത് തന്നെയാണ് അദ്ദേഹത്തിനും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അസുരവിത്തിലെ ഗോവിന്ദന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. കാരണം 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നീട് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നൊരു സമയം. അതിനോടൊപ്പം തന്നെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയോ ആണ് എന്നുള്ള കാര്യത്തിൽ ആകെ ഒരു പ്രതിസന്ധിയായ സമയത്താണ് ഈ പുസ്തകങ്ങൾ, MTയുടെ വരികൾ, MTയുടെ അക്ഷരങ്ങൾ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ആ കർഷകനായാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത്. അതിനുശേഷം വലിയ തോതിൽ അദ്ദേഹത്തിന് മക്കളെയും എല്ലാവരെയും പഠിപ്പിച്ച് ഇപ്പോൾ ഡോക്ടർമാർ വരെയാണ്. അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ 2 പേർ. അപ്പോൾ അത്രത്തോളം വരെ എത്തിക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞത് MTയിൽ നിന്ന് ഉണ്ടായ ഒരു ഊർജമാണ്. ആ ഊർജം സാധാരണക്കാർക്ക് എല്ലാവർക്കും MTക്ക് പകരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നേരിട്ട്, അതായത് പലപ്പോഴും പല സിനിമാ പ്രവർത്തകരും അങ്ങനെ പല സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പലരും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു സാധാരണ കർഷകന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്നു. അതൊക്കെ ഒരു ഇത്രയും വലിയൊരു മഹാത്മാവിന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വ്യക്തിത്വത്തിന് മാത്രമേ അത് കഴിയൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുക. ഈ ബാലകൃഷ്ണേട്ടൻ്റെ ആ വാക്കുകളിൽ ഞാൻ നേരിട്ട് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ മനസ്സും ഒന്ന് വിങ്ങിപ്പൊട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രത്തോളം ഒരു വൈകാരികമായിരുന്നു. അദ്ദേഹത്തിന് കോഴിക്കോട്ടേക്ക് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിനും അതുപോലെ തന്നെ MT വയ്യാതെ കിടന്നപ്പോഴൊക്കെ പോകാൻ കഴിയാത്ത അതിയായ ദുഃഖമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ ഇത്രത്തോളം എത്തിക്കാനായി MT ആണല്ലോ ഇത്രയും വഴി വെച്ചത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ, അതിനോടൊപ്പം തന്നെ ആ ടെലിവിഷനിലൂടെയെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷെ അപ്പോഴും ഉള്ളു വിങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ.
തീർച്ചയായും വിഷയ്, ബാലകൃഷ്ണനെ പോലെ തന്നെ എത്രയോ മനുഷ്യർക്ക് MT ഇതുപോലെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും അല്ലെ. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മളും സ്മരണകൾ അർപ്പിക്കുകയാണ്.